നമ്മൾ എസ്റ്റിമേഷൻ അല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സമ്മും ഡിഫറൻസും എസ്റ്റിമേറ്റ് ചെയ്യാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ? അതിന്റെ പ്രോബ്ലം എല്ലാം ചെയ്തില്ലേ? പ്രോബ്ലം ബാക്കിയുള്ളത് ഹോംവർക്ക് ആയിട്ട് ചെയ്തു. അതെയോ? ഓക്കെ. അപ്പൊ എസ്റ്റിമേഷനിൽ അടുത്ത പഠിക്കാനുള്ളത് എസ്റ്റിമേറ്റിംഗ് ദ പ്രോഡക്റ്റ്. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഡു യു മീൻ ബൈ പ്രോഡക്റ്റ്? അറിയോ എന്താ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാല്? എന്താ ശ്രീവിഷ്ണു എന്തോ കൈ കൊണ്ടൊക്കെ കാണിക്കുന്നത്? എന്താ പ്രോഡക്റ്റ്? വസ്തു, തിങ്. വസ്തു, തിങ്. അതൊരു പ്രൊഡക്റ്റ്. ഓക്കെ. പിന്നെ ആരാ പറയുന്നത് പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ആർക്കും അറിയില്ല പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന്? 6ാം ക്ലാസ്സിൽ എത്തിയിട്ട് പ്രൊഡക്റ്റ് എന്താന്ന് അറിയില്ല? എന്താ ആതിര? അറിയില്ല? സാധനം എന്ന് പറയൂ. സാധനം എന്ന് പറയും. ഓക്കെ. അടുത്ത ആള് വരുന്നുണ്ട്, അയാളോട് ചോദിക്കാം. വേറെ ആരാ പറയുന്നത് പ്രൊഡക്റ്റ് എന്താന്ന്? ജീവ സ്റ്റക്ക് ആയിരിക്കാം. ഹലീമ എന്താ പ്രൊഡക്റ്റ്? സാധനം. നിജാദെ എന്താ പ്രൊഡക്റ്റ്? മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന തുക. മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന തുക. ഓക്കെ. അഫ്രാസ എന്താ പ്രൊഡക്റ്റ്? എന്താ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഡു യു മീൻ ബൈ പ്രൊഡക്റ്റ്? നല്ല മക്കളാണ്. ഏതായാലും മാത്സിന്റെ ക്ലാസ്സിൽ പ്രൊഡക്റ്റ് എന്താന്ന് ചോദിച്ചിട്ട് പറഞ്ഞത് വസ്തു, സാധനം, പിന്നെന്താ? നിങ്ങൾ മാത്സ് തന്നെയല്ലേ പഠിക്കുന്നേ അല്ലേ? ഇപ്പൊ മാത്സിന്റെ പീരീഡ് അല്ലേ? മാത്സിൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നിജാദ് പറഞ്ഞത് കറക്റ്റ് ആൻസർ. എന്താ? മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസറിനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. മറ്റേ പ്രൊഡക്റ്റ് ഓക്കെ, ഇറ്റ് ഈസ് ഇൻ മാർക്കറ്റിംഗ്, ഇറ്റ് ഈസ് ഇൻ ബിസിനസ് അല്ലേ? നമ്മൾ സാധനങ്ങളെ പ്രൊഡക്റ്റ് എന്ന് പറയും. ഒരു കമ്പനി ഉത്പാദിപ്പിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുന്നതായ സാധനങ്ങളെ പ്രൊഡക്റ്റ് എന്ന് പറയും. ബട്ട് ദാറ്റ് ഈസ് ഇൻ ബിസിനസ് ഏരിയ. In mathematics, product means the answer, the number that that gives the answer by multiplying two numbers. രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന നമ്പറിനാണ് നമ്മൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. സം എന്തിനാ പറയുന്നത്? രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്ത് കിട്ടുന്നതിന്. ഡിഫറൻസ് എന്ന് പറയുന്നത് രണ്ട് നമ്പേഴ്സ് മൈനസ് ചെയ്ത് കിട്ടുന്നതിന്. ഇനി അടുത്തതും കൂടി പറയുമ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലും പറയണ്ട. ക്വോഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ക്വോഷ്യന്റ്. ഇതൊന്നുകൂടി ബാക്കിയുള്ളൂ, ഡിവിഷൻ. നമ്മൾ രണ്ട് നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആൻസറിനെയാണ് നമ്മൾ ക്വോഷ്യന്റ് എന്ന് പറയുന്നത്. QUOTIENT, ക്വോഷ്യന്റ്. ഓക്കെ. അപ്പൊ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാല് രണ്ട് നമ്പേഴ്സിനെ നമ്മള് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസറിനെയാണ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് പ്രൊഡക്റ്റിനെ എസ്റ്റിമേറ്റ് ചെയ്യണം. എന്താ ഹെവൻ? മിസ് എത്രാമത്തെ പേജ് മിസ്സേ? പേജ് 20. ഇതെന്താ അർജുൻ, നിജാദ്, ആരോമൽ, വസുദേവ് എന്താ വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നേ?
വസുദേവന് നെറ്റിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ വീഡിയോ ഓൺ ചെയ്യണ്ട. നിജാദും ആരോമലും വീഡിയോ ഓൺ ചെയ്തേ. ആരോമൽ ട്രാവലിംഗ് ആണെങ്കിൽ ഓൺ ചെയ്യണ്ട. ഓക്കെ, പേജ് നമ്പർ 20 എസ്റ്റിമേറ്റിംഗ് ദ പ്രോഡക്റ്റ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സമ്മും ഡിഫറൻസും എസ്റ്റിമേറ്റ് ചെയ്തതുപോലെ എന്താ നിജാദ്? വീഡിയോ ആക്കുമ്പോ ക്ലിയർ ആവുന്നില്ല. എന്നാ ഓക്കെ, ഓഫ് ചെയ്തു. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സമ്മും ഡിഫറൻസും എസ്റ്റിമേറ്റ് ചെയ്യാൻ പഠിച്ചു അല്ലെ? അതേപോലെ പ്രൊഡക്റ്റിനെ നമ്മൾ എങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യും? സം എങ്ങനെയായിരുന്നു നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തേ? തന്നിരിക്കുന്ന രണ്ട് നമ്പേഴ്സിനെ ആദ്യം എസ്റ്റിമേറ്റ് ചെയ്തു, ആദ്യം റൗണ്ട് ചെയ്തു, അതിനുശേഷം ആ റൗണ്ട് ചെയ്ത ഫിഗറിനെ നമ്മൾ ആഡ് ചെയ്തു. ഡിഫറൻസും അങ്ങനെ തന്നെ ചെയ്തേ അല്ലെ? ആദ്യം തന്നിരിക്കുന്ന നമ്പേഴ്സിനെ റൗണ്ട് ചെയ്തു, ആഫ്റ്റർ ദാറ്റ് വി ഫൈൻഡ് ദ എസ്റ്റിമേറ്റഡ് ഡിഫറൻസ് അല്ലെ? സെയിം മെത്തേഡ് തന്നെയാണ് പ്രൊഡക്റ്റിന്റെ കാര്യത്തിലും വരുന്നത്. ആദ്യം നമ്മൾ ഏതിന്റെയൊക്കെയാണോ പ്രൊഡക്റ്റ്, എസ്റ്റിമേറ്റഡ് പ്രൊഡക്റ്റ് ഏതിന്റെയൊക്കെയാണോ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ ആ നമ്പേഴ്സിനെ നമ്മൾ റൗണ്ട് ചെയ്യാം. അതിനുശേഷം ആ റൗണ്ട് ചെയ്ത നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് വിൽ ഗിവ് ദ എസ്റ്റിമേറ്റഡ് പ്രൊഡക്റ്റ്. ഓക്കെ, look at the example 29. Page number 20, example 29. Estimate the product of 35 and 42 by rounding off each number to the nearest 10. 35-നെയും 42-നെയും മൾട്ടിപ്ലൈ ചെയ്ത് പ്രൊഡക്റ്റിനെ എസ്റ്റിമേറ്റഡ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം. ഏതിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണ്ടേ? ടു ദി നിയറസ്റ്റ് 10. നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ഓഫ് ചെയ്തിട്ട് അതിന്റെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം. ആദ്യം എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന രണ്ട് നമ്പേഴ്സിനെയും 10ലേക്ക്, നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാം. 35നെ റൗണ്ട് ഓഫ് ചെയ്താൽ ഏതിലേക്കാ ചെയ്യണ്ടേ? 35ന്റെ അടുത്ത് വരുന്ന 10ന്റെ മൾട്ടിപ്പിൾസ് ഒന്ന് 30യും ഒന്ന് 40യും അല്ലെ? 30ന്റെ സ്മോളർ നമ്പർ ആയിട്ട് വരുന്ന 30, ഗ്രേറ്റർ നമ്പർ ആയിട്ട് വരുന്ന 40. അപ്പൊ ഏതിലേക്കാ നമ്മൾ 35നെ റൗണ്ട് ഓഫ് ചെയ്യാം? 10ലേക്ക്, നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുന്ന സമയത്ത് വൺസിന്റെ പ്ലേസിലെ ഡിജിറ്റ് നോക്കും. വൺസിന്റെ പ്ലേസിൽ ഇവിടെ 5 ആണ് വരുന്നത്. 5 വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? റൗണ്ട് അപ്പ് ടു ദി നിയറസ്റ്റ് 10, അതായത് ഗ്രേറ്റർ നമ്പറിലേക്ക് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യും. ദാറ്റ് മീൻസ് 35 ഈസ് റൗണ്ടഡ് ഓഫ് ടു നിയറസ്റ്റ് 10, ദാറ്റ് ഈസ് ഈക്വൽ ടു 40. 35നെ നമ്മൾ 40ലേക്ക് റൗണ്ട് ഓഫ് ചെയ്തു. Then next 42. 42ൽ വൺസിന്റെ പ്ലേസിൽ 2 ആണ് വരുന്നത്. So we have to round off to the nearest 10, that is 30. വൺസിന്റെ പ്ലേസിൽ 2 വരുന്നത് കൊണ്ട് റൗണ്ട് ഡൗൺ ചെയ്യണം, സ്മോളർ നമ്പറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. So 42 is rounded off to 40. അപ്പൊ നമ്മൾ തന്നിരിക്കുന്ന രണ്ട് നമ്പേഴ്സിനെ 35നെയും 42നെയും നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ഓഫ് ചെയ്തു. അതായത് 35നെ നമ്മൾ 40ലേക്ക് റൗണ്ട് ഓഫ് ചെയ്തു, 42നെ 40ലേക്ക് റൗണ്ട് ഓഫ് ചെയ്തു. ഇനി റൗണ്ട് ഓഫ് ചെയ്ത രണ്ട് ഫിഗേഴ്സിന്റെയും പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാം. ദാറ്റ് മീൻസ് മൾട്ടിപ്ലൈ ദീസ് ടു റൗണ്ടഡ് ഫിഗേഴ്സ്. 40 into 40. That is the required estimated product. That is 40 into 40 is equal to 1600. 1600. 10ന്റെയും 100ന്റെയും 1000ന്റെയും 10,000ന്റെയും ഒക്കെ മൾട്ടിപ്പിൾസ് എങ്ങനെയാ കണ്ടുപിടിക്കാം? മൾട്ടിപ്പിൾസ് അല്ല, അതിനെങ്ങനെ നമ്മൾ അതിന്റെ മൾട്ടിപ്പിൾസിനെ എങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം? അറിയോ? എളുപ്പ വഴി അറിയോ? ഇപ്പൊ 40 into 30 എങ്ങനെ കണ്ടുപിടിക്കും? 40 into 30 എന്ന് താഴെ എഴുതിയിട്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമോ? There is no need to write that. We can multiply easily 30 into 40.
30 ഒരു സീറോ ഉണ്ട് അല്ലെ, ആ സീറോ അങ്ങ് മാറ്റി വെക്കാം. 40 ഒരു സീറോ ഉണ്ട്, ആ സീറോ അങ്ങ് മാറ്റി വെക്കാം. ബാക്കി 3 into 4 that is 12. then 12ന്റെ കൂടെ ഈ മാറ്റി വെച്ച രണ്ടിലും മാറ്റി വെച്ച ഓരോ സീറോ ഇല്ലേ, ആ രണ്ട് സീറോ കൂടി 12ന്റെ കൂടെ എഴുതി ചേർക്കുക. that is 30 into 40 is equal to 1200. മനസ്സിലായോ? 10ന്റെയും 100ന്റെയും പിന്നെ ഏതാ 1000ന്റെയും 10,000ന്റെ ഒക്കെ മൾട്ടിപ്പിൾസ് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഒരു ബുദ്ധിമുട്ടുമില്ല ചെയ്യാൻ. എത്ര വലിയ നമ്പേഴ്സ് ആണെങ്കിലും നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. എങ്ങനെ അറിയോ? ഇപ്പോ 20 into 60 20 into 60 കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ഇത് താഴെ എഴുതിയിട്ട് ഇൻറ്റു ചെയ്യുവാണോ ചെയ്യാം അല്ലേ? അപ്പോ എന്താ സംഭവിക്കുക? ഒരുപാട് ടൈം വേസ്റ്റ് ആവും അല്ലേ? അതിന് പകരം ഇതിലെ സീറോസ് ഒക്കെ അങ്ങ് മാറ്റി വെക്കുക. എന്നിട്ട് ബാക്കി ഇവിടെ എന്ത് വരുന്നുണ്ട്? 2ഉം 6ഉം വരുന്നുണ്ട്. 20യിലെ 2ഉം 60യിലെ 6ഉം വരുന്നുണ്ട്. ഇതാരാ സ്ക്രീനിൽ ഇങ്ങനെ ടച്ച് ചെയ്യുന്നേ? Don't touch on your screen. സ്ക്രീനിൽ ടച്ച് ചെയ്യല്ലേ ആരും? ഓക്കെ. അപ്പൊ 20 into 60 എന്ന് പറയുമ്പോ 20യിലെയും 60യിലെയും സീറോസ് ഒക്കെ അങ്ങ് മാറ്റി വെക്കുക. ബാക്കി 2 into 6 എത്രയാ? 12. ഇതിൽ രണ്ടിലും കൂടി 2 സീറോ ഉണ്ട് അല്ലേ? ആ 2 സീറോയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക. എളുപ്പത്തിൽ പണി തീർന്നു. അതുപോലെ 34,000 into 400. 34,000 into 400 ആണെങ്കിൽ എങ്ങനെ ചെയ്യും നിങ്ങൾ? 34,000 എന്ന് എഴുതിട്ട് അതിനിടയിൽ 400 എന്ന് എഴുതിട്ട് 0 into 0 0 into 0 എന്ന് എഴുതി ചെയ്യോ? അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യാം? 34 into 4 എത്ര വരാം? 136 അല്ലേ? 34 into 4 is equal to 136 അല്ലേ? ഇനി ഇതിൽ ടോട്ടൽ എത്ര സീറോ ഉണ്ട് നോക്കുക. 1 2 3 4 5 സീറോസ് ഉണ്ട്. ആ 5 സീറോസ് ഇവിടെ ഇട്ട് കൊടുക്കുക. That is the answer. അപ്പൊ സീറോസ് ഉള്ള നമ്പേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ആദ്യം അതിലെ ഡിജിറ്റ്സ് മാത്രം മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് ടോട്ടൽ എത്ര സീറോ ഉണ്ട് എന്ന് വെച്ചാൽ അത്രയും സീറോ ആൻസറിൽ എഴുതി കൊടുക്കുക. അത്രേ പണിയുള്ളൂ. അപ്പൊ റൗണ്ട് ഓഫ് ചെയ്തിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ചെയ്യാൻ. ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾ നോക്കിയേ. 35 into 42 അല്ലെ? 35 into 42 എന്ന് പറയുമ്പോ അതിന് ഓരോന്നിനെ ഓരോ ഡിജിറ്റിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കും. അതിനേക്കാളും നല്ലത് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്തിട്ട് എസ്റ്റിമേറ്റഡ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുന്നു. റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 35നെ നമ്മൾ 40യിലേക്ക് റൗണ്ട് ഓഫ് ചെയ്തു, 42നെ 40യിലേക്ക് റൗണ്ട് ഓഫ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? 40 into 40 1600 ആൻസർ ചെയ്തു. അപ്പൊ ഈ 35 into 42 എന്നുള്ളതിന്റെ ആൻസറും ഏകദേശം ഈ 1600ന്റെ അടുത്ത് തന്നെ ആയിരിക്കും. ഓക്കെ, then look at next example 30. Estimate the product of 263 and 758 by rounding off each number to the nearest 100. തന്നിരിക്കുന്ന രണ്ട് നമ്പറിനെയോ നിയറസ്റ്റ് 100ലേക്ക് റൗണ്ട് ഓഫ് ചെയ്തിട്ട് അതിന്റെ എസ്റ്റിമേറ്റഡ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാം. 263നെയും 758നെയും ഡയറക്റ്റ് ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുക്കും അല്ലെ? അപ്പൊ നമുക്ക് ഏകദേശം ആൻസർ കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം?
ആദ്യം അതിനെ നിയറസ്റ്റ് 100ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാം. എന്നിട്ട് ആ റൗണ്ട് ഓഫ് ചെയ്ത ഫിഗറിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ആദ്യം നമ്മൾ 263 ആ ടെക്സ്റ്റിൽ ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ആൻസറിനകത്ത് 263 റൗണ്ട് ഓഫ് ചെയ്ത് നിയറസ്റ്റ് 10 ആ കൊടുത്തിരിക്കുന്നത്. അത് തടഞ്ഞിട്ട് അതിന്റെ മേലെ നിയറസ്റ്റ് 100 നടത്താം. എക്സാമ്പിൾ 30ന്റെ ആൻസറിനകത്ത് ചെറിയ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. നിയറസ്റ്റ് 10 ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് തടഞ്ഞിട്ട് നിയറസ്റ്റ് 100 നടത്താം. അപ്പോൾ 263നെ നമ്മൾ നിയറസ്റ്റ് 100ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണമെങ്കിൽ നമ്മൾ 10ന്റെ പ്ലേസിലുള്ള ഡിജിറ്റ് ഏതാന്ന് നോക്കാം. 10ന്റെ പ്ലേസിൽ ഏതാ വരുന്നത്? 6 അല്ലേ? അപ്പൊ നമ്മൾ ഗ്രേറ്റർ നമ്പറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. ഗ്രേറ്റർ നമ്പറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാന്ന് വെച്ചാൽ 263നേക്കാളും വലിയ 100ന്റെ മൾട്ടിപ്പിൾ 300. 263ന്റെ അടുത്ത് വരുന്ന 100ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 300. So 263 is rounded off to 300. അപ്പൊ 263നെ നമ്മൾ 300ലേക്ക് റൗണ്ട് ഓഫ് ചെയ്തു. അപ്പൊ നമ്മൾ പറഞ്ഞോണ്ടിരുന്നത് 263നെ നമ്മൾ 300ലേക്ക് റൗണ്ട് ഓഫ് ചെയ്തു. Then next number 758. 758നെ നിയറസ്റ്റ് 100ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണമെങ്കിൽ 10ന്റെ പ്ലേസിൽ 5 ആണ് വരുന്നത് അല്ലേ? 758ന്റെ 10ന്റെ പ്ലേസിൽ 5 ആണ് വരുന്നത്. അതുകൊണ്ട് അതിനെ ഗ്രേറ്റർ നമ്പറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. So 758 is rounded off to 800. 758നേക്കാളും വലിയ നമ്പറായ 800ലേക്ക് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്തു. ഇനി റൗണ്ട് ഓഫ് ചെയ്ത് കിട്ടിയ 300നെയും 800നെയും മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് റിക്വയർഡ് എസ്റ്റിമേറ്റഡ് പ്രൊഡക്റ്റ് കിട്ടുന്നത്. അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും? 300 into 800. 3 into 8 24. Then 40. അപ്പൊ എത്രയാ? 2,40,000. ഇപ്പൊ നമ്മൾ സാധാരണയായിട്ട് 263നെയും 758നെയും മൾട്ടിപ്ലൈ ചെയ്താല് എത്ര കിട്ടാന്നറിയോ? ഇത് രണ്ടും ഡയറക്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1,99,354 ആ കിട്ടുക. ഇതിനെ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുന്ന സമയത്ത് രണ്ടിനെയും നിയറസ്റ്റ് 100ലേക്ക് റൗണ്ട് ഓഫ് ചെയ്തു. 263നെ 300ലേക്കും 758നെ 800ലേക്കും റൗണ്ട് ഓഫ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്ത സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ 2,40,000. അപ്പൊ പ്രൊഡക്റ്റിനെ റൗണ്ട് ഓഫ് എസ്റ്റിമേറ്റഡ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ മനസ്സിലായല്ലോ. നമ്മൾ സമ്മും ഡിഫറൻസും ചെയ്തതുപോലെ തന്നെ വ്യത്യാസമൊന്നുമില്ല. ആദ്യം നമ്മൾ തന്നിരിക്കുന്ന നമ്പറിനെ ഏതിലേക്കാണോ റൗണ്ട് ഓഫ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ അതിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാം. എന്നിട്ട് ആ റൗണ്ടഡ് ഫിഗറിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി എക്സാമ്പിൾ 32 ഒന്ന് നോക്കിയേ. എക്സാമ്പിൾ 31 നിയറസ്റ്റ് 1000ലേക്ക് റൗണ്ട് ഓഫ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. അത് പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എക്സാമ്പിൾ 32 ഒന്ന് നോക്കിയേ. Estimate the product of 690 and 164 by rounding off the first number upwards and the second number downwards. എന്താ ക്വസ്റ്റ്യൻ? നമുക്ക് എസ്റ്റിമേറ്റഡ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം. ഏതിന്റെയൊക്കെ? 690യുടെയും പിന്നെ 164ന്റെയും എന്ത് കണ്ടുപിടിക്കണം? എസ്റ്റിമേറ്റഡ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം. അതിൽ ക്വസ്റ്റ്യൻ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് by rounding off the first number upwards and second number downwards. What do you mean by that?
ഫസ്റ്റ് നമ്പറിനെ അപ്വേർഡ്സ് റൗണ്ട് ഓഫ് ചെയ്യണം. അപ്വേർഡ്സ് റൗണ്ട് ഓഫ് ചെയ്യാന്ന് പറഞ്ഞാല് ഗ്രേറ്റർ നമ്പറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാം. അതായത് 619നെ ഗ്രേറ്റർ നമ്പറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുമ്പോ 700 എന്ന് വരും അല്ലെ. 690 എന്ന് പറയുന്നത് ഒരു 10ന്റെ മൾട്ടിപ്പിൾ ആണ്. ആ തന്നിരിക്കുന്ന 10ന്റെ മൾട്ടിപ്പിളിനെ അപ്വേർഡ് റൗണ്ട് ഓഫ് ചെയ്യണം എന്ന് പറഞ്ഞാല് അഗെയിൻ 10ന്റെ മൾട്ടിപ്പിളിലേക്ക് അല്ലല്ലോ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യണ്ടേ, നിയറസ്റ്റ് 100ലേക്കായിരിക്കുമല്ലോ അല്ലെ. അപ്പൊ 690നെ നമ്മള് നിയറസ്റ്റ് 100 അപ്വേർഡ് എന്ന് വെച്ചാല് മുകളിലേക്ക്, അതായത് ഗ്രേറ്റർ നമ്പറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാം. അപ്പൊ 690 എന്നുള്ള നമ്പറിനെ നമ്മള് 700 എന്നുള്ള നമ്പറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്തു. ഇനി സെക്കൻഡ് നമ്പർ ഡൗൺവേർഡ്സ്. സെക്കൻഡ് നമ്പർ ഡൗൺവേർഡ്സ് എന്ന് പറഞ്ഞാല് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എസ്റ്റിമേറ്റഡ് പ്രൊഡക്റ്റ് ആണെങ്കിലും സം ആണെങ്കിലും ഡിഫറൻസ് ആണെങ്കിലും ക്വോഷ്യന്റ് ആണെങ്കിലും എന്താണെങ്കിലും രണ്ട് നമ്പറും ഒരേ രീതിയിൽ വേണം റൗണ്ട് ഓഫ് ചെയ്യാൻ. അതായത് ഒന്ന് നിയറസ്റ്റ് 100ലേക്കും ഒന്ന് നിയറസ്റ്റ് 1000ലേക്കും അല്ലെങ്കിൽ ഒന്ന് നിയറസ്റ്റ് 10ലേക്കും ഒന്ന് നിയറസ്റ്റ് 100ലേക്ക് അങ്ങനെ വേറെ വേറെ റൗണ്ട് ഓഫ് ചെയ്യരുത്. രണ്ടും ഒരേപോലെ റൗണ്ട് ഓഫ് ചെയ്യണം. അപ്പൊ നമ്മൾ ഇവിടെ ആദ്യം നിയറസ്റ്റ് 100ലേക്ക് റൗണ്ട് ഓഫ് ചെയ്തു അല്ലെ. അപ്പൊ രണ്ടാമത്തെ നമ്പർ ഡൗൺവേർഡ്സ് റൗണ്ട് ഓഫ് ചെയ്യുമ്പോ അതേപോലെ നിയറസ്റ്റ് 100ലേക്ക് തന്നെ റൗണ്ട് ഓഫ് ചെയ്യണം. അപ്പൊ അവിടെ 10ന്റെ പ്ലേസിലുള്ള ഡിജിറ്റ് ഏതാണെന്നൊന്നും നോക്കണ്ട. 164നെ റൗണ്ടഡ് ഓഫ് ഡൗൺവേർഡ്സ് എന്ന് പറയുമ്പോൾ 164 is rounded off to 100. ശരിക്കും പറഞ്ഞാൽ നമ്മൾ 164നെ റൗണ്ട് ഓഫ് ചെയ്യുന്നത് 200ലേക്കല്ലേ, 200ലേക്കല്ലേ ശരിക്കും പറഞ്ഞാൽ റൗണ്ട് ഓഫ് ചെയ്യേണ്ടത്. 164നെ 200ലേക്കാണ് നമ്മൾ നോർമലി റൗണ്ട് ഓഫ് ചെയ്യേണ്ടത്. ബട്ട് ഇവിടെ ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് സെക്കൻഡ് നമ്പർ ഡൗൺവേർഡ്സ് താഴേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. അതുകൊണ്ട് എങ്ങനെ വരും? 164നെ നമ്മൾ 100ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യും. അപ്പോ ഇതിനെ രണ്ടിനെയും റൗണ്ട് ഓഫ് ചെയ്തു. 690നെ അപ്വേർഡ്സും 164നെ ഡൗൺവേർഡ്സും റൗണ്ട് ഓഫ് ചെയ്തു. എന്നിട്ട് അതിന്റെ പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചു. 700 into 100 that is equal to 70,000. ഓക്കെ, അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ കുഴപ്പമില്ലല്ലോ. നോ. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാം. അതില് എക്സൈസ് 1F കണ്ടോ, പേജ് നമ്പർ 21. പേജ് നമ്പർ 21ല് എക്സൈസ് 1F കണ്ടോ? അതില് 3ഉം 4ഉം 5ഉം ഹോംവർക്ക് ആയിട്ട് ചെയ്തു. 3ഉം 4ഉം 5ഉം. ഓക്കെ, അതിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. എസ്റ്റിമേറ്റ് ദ പ്രൊഡക്റ്റ് ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ബൈ റൗണ്ടിങ് ഓഫ് ഈച്ച് നമ്പർ ടു ഇറ്റ്സ് ഗ്രേറ്റസ്റ്റ് പ്ലേസ്. തന്നിരിക്കുന്ന നമ്പറിനെ ഗ്രേറ്റസ്റ്റ് പ്ലേസിലേക്ക് റൗണ്ട് ഓഫ് ചെയ്തുകൊണ്ട് അതിന്റെ എസ്റ്റിമേറ്റഡ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയൊന്ന്. 8 into 795. 8 into 795 എന്ന് പറയുമ്പോൾ 8നെ നമുക്ക് ഏതിലേക്ക് മാത്രമേ റൗണ്ട് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ? 10ലേക്ക് മാത്രം അല്ലെ. ഗ്രേറ്റസ്റ്റ് പ്ലേസിലേക്കല്ലേ റൗണ്ട് ഓഫ് ചെയ്യണ്ടേ. അപ്പൊ 8നേക്കാളും വലിയ നമ്പർ 10 ആണ്. അപ്പൊ നമുക്ക് 8നെ 10ലേക്ക് മാത്രമേ റൗണ്ട് ഓഫ് ചെയ്യാൻ പറ്റൂ. അപ്പൊ നമ്മൾ 8നെ 10ലേക്ക് റൗണ്ട് ഓഫ് ചെയ്തു. 795നെ നമുക്ക് അതിന്റെ ഗ്രേറ്റസ്റ്റ് പ്ലേസ് ഏതാ? 800 അല്ലെ. 795നെക്കാളും വലിയ
10ന്റെ മൾട്ടിപ്ലൈ ആയാലും 100ന്റെ മൾട്ടിപ്ലൈ ആയാലും വരുന്നത് 800 അല്ലേ? അപ്പൊ 795നെ നമ്മൾ 800ലേക്ക് റൗണ്ട് ഓഫ് ചെയ്തു. അപ്പൊ അതിന്റെ എസ്റ്റിമേറ്റഡ് പ്രൊഡക്റ്റ് എത്രയായിരിക്കും? 10 into 800. That is equal to 8000. ഇനി സെക്കൻഡ് വൺ ഒന്ന് നോക്കിയേ. 87നെ നമ്മള് ഒന്നുകില് എന്ത് ചെയ്യാം? 100ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ 90ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാം. 90ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുന്ന സമയത്ത് ഈ 318നെയും 10ന്റെ പ്ലേസ് നിയറസ്റ്റ് 10ലേക്ക് തന്നെ റൗണ്ട് ഓഫ് ചെയ്യണം. 87നെ 100ലേക്ക് റൗണ്ട് ഓഫ് ചെയ്താല് 318നെ ഏതിലേക്ക് ചെയ്യണം? അതിന്റെ ഗ്രേറ്റസ്റ്റ് പ്ലേസിലേക്കാ ചെയ്യണ്ടേ, അതുകൊണ്ട് 400ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. അതായത് തന്നിരിക്കുന്ന നമ്പറിനെ നമ്മൾ റൗണ്ട് ഡൗൺ ചെയ്യണ്ട, എങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും റൗണ്ട് അപ്പ് ചെയ്താൽ മതി. അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം, നിയറസ്റ്റ് 10ലേക്കോ നിയറസ്റ്റ് 100ലേക്കോ ചെയ്യാം. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, ചെയ്യുമ്പോൾ രണ്ടെണ്ണവും ഒരേപോലെ ചെയ്യണം. രണ്ട് നമ്പേഴ്സും ഒന്നുകില് നിയറസ്റ്റ് 10ലേക്ക് അല്ലെങ്കിൽ നിയറസ്റ്റ് 100ലേക്ക്, ഏതിലേക്കാണോ ചെയ്യാൻ പറ്റുന്നത് നോക്കിയിട്ട് അതുപോലെ ചെയ്യാം. I think it is better to round off to nearest 100. Nearest 100ലേക്ക് ചെയ്തതായിരിക്കും നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ കൂടുതൽ എളുപ്പം. Okay. പിന്നെ fourth question, estimate the product of each of the following by rounding off first number upwards and second number downwards. അതിപ്പോ നമ്മൾ ഈ എക്സാമ്പിൾ 32 പറഞ്ഞതുപോലെ ഫസ്റ്റ് നമ്പർ ഗ്രേറ്റർ നമ്പറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാം, സെക്കൻഡ് നമ്പർ സ്മോളർ നമ്പറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാം. ആ രണ്ട് ക്വസ്റ്റ്യൻ. പിന്നെ ഫിഫ്ത് വൺ, എസ്റ്റിമേറ്റ് ദി പ്രൊഡക്റ്റ് ഓഫ് each of the following by rounding of first number downwards and second number upwards. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് നമ്പർ ഡൗൺവേർഡ്സ് ചെയ്യാം, സെക്കൻഡ് നമ്പർ അപ്വേർഡ്സ് ചെയ്യാം. അപ്പൊ ആ ക്വസ്റ്റ്യൻ മൂന്നെണ്ണം ഒന്ന് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചേ. ഹോംവർക്കിന്റെ ഒന്ന് പെട്ടെന്ന് ഓടിച്ചു നോക്കും. ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? എന്താ അതിലേക്ക് ഡൗട്ട് ഉണ്ടോ? നോ. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ ചെയ്യാൻ. ഇന്ന് തന്നെ ചെയ്തൂടെ? എത്രയല്ലേ ഉള്ളൂ? ഓക്കെ, അപ്പൊ ഇന്ന് തന്നെ ഹോംവർക്ക് ചെയ്യാം. പിന്നെ ബാക്കിയുള്ള രണ്ട് ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ജസ്റ്റ് ക്ലാസ് വർക്ക് ആയിട്ട് ചെയ്യാം കേട്ടോ. ഇന്ന് കുറെ പേര് ആബ്സെന്റ് അല്ലേ, അവർ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് ക്ലാസ് വർക്ക് ആയിട്ട് ചെയ്യാം. ഹോംവർക്ക് ഇന്ന് തന്നെ ചെയ്യാം. അപ്പൊ ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.